യെസ്, വെറുതെ പോയി വർക്കൗട്ട് ചെയ്തുവാ. ഹലോ, ഇപ്പോൾ ഞാനുള്ളത് സിറ്റി മോളിലാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. കാരണം വാക്സിൻ എടുക്കാത്തതുകൊണ്ട് പബ്ലിക് പ്ലേസിലൊന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് വാക്സിൻ എടുത്തത്. പിന്നെ വാക്സിൻ എടുത്ത് ഞാൻ PCR ടെസ്റ്റ് എടുത്തു. അപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ എന്നും ജിമ്മിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഞാനും കൂടെ വരാം. ഇതിൻ്റെ താഴെ നമുക്ക് മാക്സ് സ്പ്ലാഷൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. October 2 അല്ലെങ്കിൽ October 8 തീരുമാനിച്ചിട്ടില്ല ഡേറ്റ് ഒന്നും. അപ്പോൾ അതിൻ്റെ മുന്നേ ആകെ ഇനി ഒരു ഫ്രൈഡേ, October 2 വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇനി ആകെ ഒരു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ ഫ്രൈഡേ നമുക്ക് ഷോപ്പിങ്ങിന് എല്ലാத்தைയും കൂടെ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഓൾറെഡി ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപ്പാക്ക് എന്തെങ്കിലും ടീഷർട്ട് എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എത്തിയത് ലേഡീസിൻ്റെ സ്ഥലത്താണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ എത്തുമ്പോൾ മെല്ലെ മെല്ലെ നടന്ന് ഇവിടെ എത്തുമല്ലോ. പക്ഷെ നമുക്ക് വന്ന കാര്യം ഫസ്റ്റ് നോക്കാം. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്പടക്കും. ഓക്കെ, നോക്കട്ടെ. പക്ഷെ ഇവിടെ കുറേ കാലത്തിന് ശേഷം വന്നിട്ടാണോയെന്നറിയില്ല. കുറേ നല്ല കളക്ഷൻസ് കാണുന്നുണ്ട് സ്പ്ലാഷിലിട്ടോ. ഞാൻ അന്ന് വന്നപ്പോഴും നല്ലതൊന്നും കണ്ടിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് കുറേ എണ്ണം അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഉപ്പാക്ക് ഞാനുണ്ടല്ലോ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ടീഷർട്ട് കണ്ടു. അതാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത്. ഉപ്പാക്ക് യെല്ലോ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഈ യെല്ലോ ഒന്നും ട്രെൻഡ് അല്ലാത്ത ടൈമിൽ ഇതുണ്ടോ, ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ്. പണ്ട് യെല്ലോ ഒന്നും ട്രെൻഡ് അല്ലാത്ത ടൈമിൽ പണ്ട് കാക്കൂന് ജീൻസ് മേടിക്കാൻ പോയപ്പോൾ ഉപ്പ അവിടുത്തെ എന്താ പറയുക സെയിൽസ്മാനോട് ചോദിച്ച് മഞ്ഞ ജീൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കി. കാരണം ആ ടൈമിൽ യെല്ലോ മഞ്ഞെന്ന് പറഞ്ഞതൊരു എന്താ പറയുക ചീഞ്ഞ കളറാണ്, തീരെ ട്രെൻഡേ അല്ല. അപ്പോൾ ഞാൻ ജീൻസ് വരെ അന്ന് ഈ ബ്ലൂവും വൈറ്റൊക്കെ ജീൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ കളർഫുൾ ജീൻസൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കളിയാക്കിയിരുന്നു, നിങ്ങൾ പണ്ട് മഞ്ഞ ജീൻസ് ഉണ്ടോയെന്ന് ചോദിച്ച ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഫുള്ള് കളേഴ്സ് അല്ലേ ജീൻസൊക്കെ. ഇപ്പോൾ മഞ്ഞാണെങ്കിൽ ട്രെൻഡുമായി. അപ്പോൾ ഇതൊരു മസ്റ്റാർഡെല്ലോ ആണ്. ഇതാണ് ഞാൻ കണ്ടുവച്ചത്. ഇവിടെ അങ്ങനെ സ്പ്ലാഷിൽ അങ്ങനെ ഭയങ്കര ഓഫറൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. എന്താ ആദ്യമൊക്കെ വരുമ്പോൾ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിലും കൂടെ പോയി നോക്കിയിട്ട് ഇവിടെ നിന്ന് മേടിക്കുള്ളൂ. മാക്സും ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും നോക്കും. അവിടെ നിന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വന്ന് മേടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് പോയി നോക്കട്ടെ. ഇക്കല്ലാത്തതുകൊണ്ട് ജെൻസിൻ്റെ ആ സ്ഥലത്ത് അധികം നോക്കണില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലേഡീസിൻ്റെ അവിടെ പോയിട്ട് എന്തെങ്കിലും നല്ല എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടത് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിന് 89 dirhams ആണ് വരുന്നത് ഈ ഒരു പാൻസിന്. ഡ്രസ്സല്ലേ കാണാൻ വേണ്ടിയിട്ട്. സിബുണ്ട്, ഫ്ലോറൽ ടൈപ്പിലുള്ള ജാക്കറ്റാണ്. ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചെക്സ് വന്നിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന് വന്നിട്ട് 109 dirhams ആണ്. ഇത് രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു സെറ്റാണ്. റേറ്റ് വന്നിട്ട് ഉണ്ടോ, ഇതും 89 ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇക്കാക്ക് ഇഷ്ടമാണെങ്കിൽ മേടിക്കാൻ. ഉപ്പാക്കല്ല, ഇക്കാക്ക് ഇതിന് 79 ആട്ടോ വരുന്നത്. ഫോക്കസ് ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറേ ആയി ഇങ്ങനത്തെ നോക്കി നടക്കണു. ഡ്രസ്സല്ലേ ഈ ഒരു ഹുഡി ടൈപ്പ്. നല്ല സുഖം ഉണ്ടാവും ഇതിടാൻ വേണ്ടിയിട്ട്. നല്ല മെറ്റീരിയലാണ് ഇത്. വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴാലോ. ഇതിന് വന്നിട്ട് 79 ആണ്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്.
വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ ഇടാം, പിന്നെ കാഷ്വലായിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇടാം. നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. ചിലപ്പോൾ ഞാനിത് മേടിക്കും. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു. നല്ല തിരക്ക് കുറവാട്ടോ, തീരെ തിരക്കില്ല. സാധാരണ നല്ല തിരക്കൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പം ഈ ഒരു പ്രശ്നമുള്ളതിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം, പിന്നെ വാക്സിൻ ഫുൾ എടുക്കണം. അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങനെ തോന്നുന്നു വലിയ തിരക്ക് കാണാനില്ല. അതിനെ കുറിച്ച് സമാധാനം ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ മേബലൈൻ്റെ സെക്ഷനിലായിട്ടുള്ളത്. മേബലൈൻ ഒരു കാജൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. തീർന്നു പോയി, ഒന്നാകെ വാരിക്കോരി തേച്ചിട്ട് കാജലൊക്കെ തീർന്നു പോയി. പക്ഷെ ഞാൻ ഏതാ വാങ്ങിക്കുക എന്നുള്ള കൺഫ്യൂഷനില്ല. ഇത് കൊളോസൽ കാജൽ എക്സ്ട്രാ ഡാർക്ക്, 12 hour എക്സ്ട്രാ ബ്ലാക്ക്. മേബലൈൻ്റെ നേരത്തെ കാണിച്ചില്ലേ, അത് സെലക്ട് ചെയ്തു. കുഴപ്പമില്ല തോന്നുന്നു. അതെടുത്ത് ഞാൻ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് കാണിച്ചു കേട്ടോ. കിഡ്സിൻ്റെ സെക്ഷനിലാണ്. കിഡ്സിൻ്റെ ഡ്രസ്സ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഡ്രസ്സ് കുറേ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്യൂട്ട് ഡ്രസ്സസ് കേട്ടോ. ഞാൻ കാണിച്ചത് നല്ല ഭംഗിയില്ലേ കാണാൻ? കുട്ടി ട്രൗസർ, പിന്നെ കുട്ടി സോ ക്യൂട്ടാ. ഞാൻ വേറൊരു ഷർട്ട് കാണിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഷർട്ട് കേട്ടോ. എന്ത് ക്യൂട്ടാ നോക്കിയത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരു കുഞ്ഞി ബോക്ക് വരുന്നുണ്ട്, എന്ത് ഭംഗിയാ നോക്ക്. ക്യൂട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ സ്പ്ലാഷിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഉള്ളത് മാക്സിലാണ്. മാക്സിൽ ഞാൻ ടീഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്കും അങ്ങനെ ഭയങ്കര കളക്ഷൻസ് ഒന്നും തോന്നുന്നില്ല. അന്ന് ഈദിൻ്റെ ടൈമിൽ വന്നപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ താഴത്ത് കണ്ടതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ ഒരു ടീഷർട്ട് ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? യെസ്, ഇതെങ്ങനെയുണ്ട്? ഇത് ഉപ്പാക്ക് പ്ലെയിൻ ബ്ലൂവും യെല്ലോയും ഈ ബ്ലാക്കും. ബ്ലാക്ക് ഒന്നും ഓടൂല. യെല്ലോ ഞാൻ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്, യെല്ലോ കളർ. രസമല്ല? പിന്നുള്ളത് ഗ്രേ കളർ ഉപ്പാക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ നാട്ടിലെത്തിയിട്ട് എനിക്കൊരു ക്യൂട്ട് ബേബിനെ കാണാൻ പോകാണ്ട്. ക്യൂട്ട് ബേബിക്ക് വാങ്ങിച്ച സാധനമാണ്. അങ്ങനെ മാക്സിൽ പരിപാടി കഴിഞ്ഞു. ഹലോ, അങ്ങനെ മാക്സിൽ നിന്ന് എടുത്തുട്ടോ ടീഷർട്ട് കിട്ടി. അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, മറ്റൊരു സ്പ്ലാഷിൽ തീരെ ഓഫർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇക്ക അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്, എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ശരിക്കും സാലഡിൻ്റെ ദിവസമായിരുന്നു, പക്ഷേ ഇന്നിപ്പം ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സമയം തികഞ്ഞില്ല. ഒന്നും എടുത്തില്ല, ഒരു 3 ടീഷർട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറേ ടൈം വേണം. ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വരണ്ട, കാരണം ഇക്കാൻ്റെ ജിമ്മ് പെട്ടെന്ന് കഴിയുമല്ലോ, അപ്പം ഞാൻ പിന്നെ ബോറടിച്ചിരിക്കണ്ടേന്നൊക്കെ. എനിക്കിവിടെ സമയം തികയണ്ടേ. ആകെ 2 ഷോപ്പിൽ കയറിയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് സമയം തികയണില്ല. ഇക്ക തിരിച്ചു വന്നപ്പോഴും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ജിമ്മൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ KFCയും പെപ്സി ആരെങ്കിലും ഇരുന്ന് കുടിക്കുമോ? ഞാൻ ചിരിക്കണ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ചിരിക്കാനും പറ്റൂലേ? ചിരിക്കണ്ട. ഞാൻ വിശന്നിട്ട് ചിരിക്കണം. വിശന്ന് ഞങ്ങൾ ചിരിക്കും. ഞാനൊക്കെ വിശന്നൊക്കെ അറിയാ ചെയ്യാം. ഇവിടെ ഒരാൾ സമയം എണ്ണിയിരിക്കുന്നുണ്ട് വിശന്നിട്ട്. ഒരു ദിവസം ജിമ്മിന് പോവും, പിറ്റേ ദിവസം KFC, പിന്നെ പിറ്റേ ദിവസം ജിമ്മിന് പോവും, പിന്നെ ഏതെങ്കിലും കഫേയിൽ പോവും. അപ്പോൾ ഫുൾ ബാലൻസിങ് ആണ്, ജിമ്മ് കഫേ. അപ്പോൾ ഇന്നൊരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്തതിൻ്റെ ഷോ ഓഫാണ് കാണുന്നത്. അല്ലേ പറഞ്ഞത് ഞാൻ ബോറടിക്കും, നിങ്ങളുടെ ജിമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കേണ്ടിയിരുന്നു. എനിക്ക് സമയം തികഞ്ഞിട്ടില്ല. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ വന്ന് എനിക്ക് കുറച്ചും കൂടെ നോക്കാനുണ്ടായിരുന്നു.
3 മണിക്കൂർ 4 മണിക്കൂർ ഒരു കടയിൽ നിന്ന് മനുഷ്യനടങ്ങാറായി. ഭർത്താക്കന്മാരാകുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഭാര്യൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരിക, സാധനം മേടിച്ചെടുക്കുക, അതൊക്കെ ഭർത്താവിൻ്റെ ഒരു കടമയാണ്. ഭർത്താവിന് ടൈം അറിയണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഭർത്താവ് ടൈം കളയണം, അതിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. എന്നാലും നിങ്ങൾ ഇതിന്റെ കൂടെ വരണം. അതൊക്കെ ഭർത്താവിന്റെ കടമയും ഉത്തരവാദിത്വമാണ്. പക്ഷെ എനിക്കും സമാധാനം അതാട്ടോ, ഒറ്റക്ക് വരുന്നത്. കാരണം മനുഷ്യനെ സമാധാനത്തോടെ നോക്കാം. അറ്റത്ത് ഞാൻ നോക്ക് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷനാവും. ഇത് ഞാൻ നല്ല എൻജോയ് ചെയ്ത് ഞാനിങ്ങനെ എനിക്ക് പരീക്ഷയ്ക്ക് ഇത്ര ടെൻഷൻ ഉണ്ടല്ലോ. എനിക്ക് എന്നെ സമാധാനത്തിൽ ഇങ്ങനെ നോക്കണം, ആരും ശല്യപ്പെടുത്തരുത്. ഇങ്ങനെ നോക്കി മെല്ലെ മെല്ലെ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നോക്കണം. എനിക്ക് കുറേ സമയം വേണം. ഇപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് എല്ല് പോലും കിട്ടൂല. ഇവിടെ ഒരാള് മതിളങ്ങി നിൽക്കുകയാണ്. നാളെയും ജിമ്മിന് വരുമ്പോൾ എന്നെ കൂട്ടുവോ പ്ലീസ്? എനിക്ക് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ എന്തായാലും നാട്ടിലെത്തിയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യാം. കാരണം ഞാൻ വരുന്ന കാര്യം ആരുടെ പറഞ്ഞില്ല, ആരുടെന്നല്ല, എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഷിക്കാൻ്റെ വീട്ടിൽ പറയുമായിരിക്കണം. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറിയൂലേ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നാട്ടിലെത്തിയിട്ടാവും ഇടുക. ഓക്കെ. ഐസ്ക്രീം വേണ്ട, നിങ്ങൾക്ക് വേണോ? ഇക്ക എനിക്ക് ഇവിടുന്ന് ഒരു 5 പവൻ മേടിച്ചല്ലോ. ലോക്കറിലിരിക്കുന്ന ഒരു 5 പവൻ ഞാൻ എടുക്കാൻ പറ്റുമോ? No. Okay, bye.